Learnerzy online education. ഹായ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ ഹർഷിത. നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MSO 003 യൂണിറ്റ് 2 ആണ് കേട്ടോ. യൂണിറ്റ് 2ന്റെ നെയിം എന്താണ്? സോഷ്യൽ, ഹ്യൂമൻ ആൻഡ് ജെൻഡർ ഡെവലപ്മെന്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. കഴിഞ്ഞ യൂണിറ്റില് ഈ യൂണിറ്റിലും നമ്മൾ ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമ്മൾ സോഷ്യൽ, ഹ്യൂമൻ ആൻഡ് ജെൻഡർ ഡെവലപ്മെന്റ്സിനെ നോക്കുന്നു. അതാണ് ഈ ഒരു ചാപ്റ്റർ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ കണ്ടന്റ്സ് എന്തൊക്കെയാന്നൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് സെയിം ഇൻട്രൊഡക്ഷൻ ആണ്. സെക്കൻഡ് വൺ ഡെവലപ്മെന്റ് ആൻഡ് റിയലൈസേഷൻ ഓഫ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ, ഇമ്പാക്ട് ഓഫ് ഡെവലപ്മെന്റ് ഓൺ വിമൻ ആസ് എ കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ ഡെവലപ്മെന്റ് പോളിസീസ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ജെൻഡർ നീഡ്, റോൾ ആൻഡ് സ്ട്രാറ്റജി, പെർസ്പെക്റ്റീവ്സ് ഓൺ വിമൻ ആൻഡ് ഡെവലപ്മെന്റ്, കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? നമ്മുടെ സോഷ്യൽ, ഹ്യൂമൻ ആൻഡ് ജെൻഡർ ഡെവലപ്മെന്റ്സിന്റെ കണ്ടന്റ്സിൽ വരുന്നത്. സോ വിത്തൗട്ട് മച്ച് ഡിലേ, ഓക്കെ, അപ്പോ നമ്മുടെ ഫസ്റ്റ് നമ്മള് 3.1 ഇൻട്രൊഡക്ഷനിൽ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാം. We learned about change, growth and development. This unit talked about how development affect people, society and gender. മാറ്റം, വളർച്ച, വികസനം എന്നിവയെ കുറിച്ച് നമ്മൾ പഠിച്ചു. വികസനം ആളുകളെയും സമൂഹത്തെയും ലിംഗഭേദത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ച് ആണ് ഈ യൂണിറ്റ് സംസാരിക്കുന്നത്. Now we talk about the goals of development. This includes fairness, protecting nature, including everyone, meeting basic needs and involving people in development. ഇപ്പോൾ നമ്മൾ വികസനത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നീതി എല്ലാവരെയും ഉൾപ്പെടെ പ്രകൃതിയെയും സംരക്ഷിക്കുന്നു. നീതി എന്നത് എല്ലാവരെയും ഉൾപ്പെടുത്തുന്നത് പോലെ തന്നെ പ്രകൃതിയെ കൂടി സംരക്ഷിക്കുന്നതാണ്. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക, വികസനത്തിൽ എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തുക എന്നിവ ഇതിൽ പെടുന്നതാണ് എന്ന് പറയുന്നു. Women are important in development, but they often face problems. Some issues are more work, unfair treatment. In recent years, people have come up with new ideas to support women. The last part of the unit talks about these ideas. വികസനത്തിൽ സ്ത്രീകളുടെ സ്ഥാനം പ്രധാനമാണ്. പക്ഷെ അവർ പലപ്പോഴും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ചില പ്രശ്നങ്ങൾ കൂടുതൽ ജോലി, അന്യായമായ പെരുമാറ്റം. സമീപ വർഷങ്ങളിൽ സ്ത്രീകൾക്ക് പിന്തുണ നൽകാൻ ആളുകൾ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ യൂണിറ്റിന്റെ അവസാന ഭാഗം ഈ ആശയങ്ങളെ കുറിച്ചുകൂടി സംസാരിക്കുന്നുണ്ട്. അടുത്ത നമ്മുടെ ഹെഡിങ് വരുന്നത് 3.2 ഡെവലപ്മെന്റ് ആസ് റിയലൈസേഷൻ ഓഫ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ പൊട്ടൻഷ്യൽ റിയലൈസ് ചെയ്യുന്നത് കൂടിയാണ് എന്നാണ് പറയുന്നത്. മാനുഷികമായിട്ടുള്ള സാധ്യതയുടെ ഒരു മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങളുടെ ഒരു ഡെവലപ്മെന്റ് ആണ് ഒരു റിയലൈസേഷൻ ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഡിഫറെന്റ് ഐഡിയാസ് അബൌട്ട് ഡെവലപ്മെന്റ് ഡിഫറെന്റ് ഐഡിയാസ് ആണ് അടുത്ത് നോക്കുന്നത്. സം പീപ്പിൾ സീ ഡെവലപ്മെന്റ് ആസ് ക്രിയേറ്റിംഗ് a rich, modern, industrial society. Others believe development should focus on meeting human needs and helping people reach their full potential. ഡെവലപ്മെന്റ്സിന്റെ ഐഡിയാസുകളാണ് പറയുന്നത്. പലതരത്തിലുള്ള ഐഡിയകൾ ആളുകൾ പറയുന്നുണ്ട്. അതാണ് നോക്കുന്നത് കേട്ടോ. സമ്പന്നരും ആധുനികവും വ്യാവസായികവുമായിട്ടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതായിട്ട് ചിലർ വികസനത്തെ കാണുന്നുണ്ട്. വികസനം മാനുഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും അവരുടെ പൂർണ്ണ ശേഷിയിൽ എത്തിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് മനുഷ്യർ വിശ്വസിക്കുന്നുണ്ട്. അടുത്തത് പോയിന്റ് പറയുന്നത് ഡെവലപ്മെന്റ് ആൻഡ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ. ഡെഡ്ലി സിയർ സേസ് ഡെവലപ്മെന്റ് ഷുഡ് ഹെൽപ്പ് പീപ്പിൾ ഗ്രോ ആൻഡ് റീച്ച് ദെയർ പൊട്ടൻഷ്യൽ. ഹി ലിസ്റ്റ് കീ കണ്ടീഷൻ ഫോർ ദസ്. ഡെഡ്ലി സീസ് പറയുന്നത് വികസനം ആളുകളെ വളരാനും അവരുടെ കഴിവുകളിൽ എത്തിച്ചേരാനും സഹായിക്കണം എന്നാണ്. ഇതിനുള്ള പ്രധാന വ്യവസ്ഥകൾ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. ഡെഡ്ലി സീസ് പറഞ്ഞ എന്താണ്? വികസനം ആളുകൾക്ക് വളരാനും അവരുടെ കഴിവുകളിൽ എത്തിച്ചേർന്ന് അത് വികസിപ്പിച്ചു കൊണ്ടുവന്ന്
വരാനുമുള്ള ഒരു മാർഗമായിട്ടാണ് ഡെവലപ്മെന്റ്. അതായിരിക്കണം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതിന് അദ്ദേഹം ചില പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ പറയുന്നുണ്ട്. ആക്സസ് ടു ഫുഡ് ആൻഡ് ബേസിക് നീഡ്സ്, അതായത് ഭക്ഷണത്തിന് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള പ്രവേശനം അല്ലെങ്കിൽ അത് ലഭിച്ചിരിക്കണം. എ ജോബ് ഈവൻ ഇഫ് അൺപെയ്ഡ് ലൈക്ക് സ്റ്റഡിങ് ഓർ ഹൗസ് ഹോൾഡ്, എല്ലാവർക്കും ജോലിയുണ്ട്. അതായത് വീട്ടമ്മമാർക്കും ജോലി തന്നെയാണ്. ഒരു ജോലി കൂലി ഇല്ലെങ്കിലും പഠനം അല്ലെങ്കിൽ വീട്ടുജോലി പോലെ കൂലിയില്ലാത്ത ജോലികളും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇക്വാളിറ്റി ഫോർ ഓൾ, എല്ലാവർക്കും തുല്യത. ഒരു ജോലി കൂലി ഇല്ലെങ്കിലും, അഥവാ ഉദാഹരണം പഠനവും വീട്ടുജോലി, ഇതിന് എന്താണ്, നമുക്ക് കൂലിയില്ല, പക്ഷെ എന്താണ് അത്, നമ്മുടെ ആളുകൾക്കുള്ള വികസനം വർദ്ധിപ്പിക്കാൻ, ആളുടെ പൊട്ടൻഷ്യൽ വർദ്ധിപ്പിക്കാൻ അത് ഉപകാരപ്പെടും എന്നാണ് പറയുന്നത്. നമുക്ക് എന്താണ് വീട്ടുജോലി എന്ന് പറയുമ്പോൾ നമുക്ക് ഫുഡ്, നമുക്ക് കഴിക്കാനുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും തുല്യത, ദ സെയിം ഇക്വാളിറ്റി ഫോർ ഓൾ. പാർട്ടിസിപ്പേഷൻ ഇൻ ഗവൺമെന്റ്, സർക്കാരിന്റെ പങ്കാളിത്തം, എല്ലാവർക്കും തുല്യനീതി ഉറപ്പുവരുത്തുന്ന ഒരു സർക്കാരിനെ കുറിച്ചാണ് പറയുന്നത്. ഗുഡ് എഡ്യൂക്കേഷൻ എസ്പെഷ്യലി ലിറ്ററസി, നല്ല വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് സാക്ഷരത, ഇതൊക്കെ എന്താണ്, ഈ വ്യവസ്ഥകളെല്ലാം അദ്ദേഹം വേണം എന്നാണ് പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്തത് ഡേവിഡ് കോട്ടൺ സജസ്റ്റ് 3 പ്രിൻസിപ്പിൾസ് ഫോർ റിയൽ ഡെവലപ്മെന്റ്. ഡേവിഡ് കോട്ടൺസിന്റെ റിയൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള 3 പ്രിൻസിപ്പിൾസ് ആണ് അടുത്ത് പറയുന്നത്. ഫസ്റ്റ് വൺ, ജസ്റ്റിസ്. എവരിവൺ ഷുഡ് ഹാവ് ഡീസെന്റ് ലൈഫ്, എല്ലാവർക്കും ഒരു മാന്യമായ ജീവിതം ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ, സസ്റ്റൈനബിലിറ്റി. റിസോഴ്സസ് ഷുഡ് ബി യൂസ്ഡ് വൈസ്ലി ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. ഭാവി തലമുറയ്ക്കായിട്ട് വിഭവങ്ങൾ വിവേകത്തോടെ എന്തായിരിക്കണം, ഉപയോഗിക്കണം. അതായത് ഒരു സുസ്ഥിര വികസനമായിരിക്കണം. സസ്റ്റൈനബിലിറ്റി, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾ പറഞ്ഞില്ലേ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണ്, സുസ്ഥിര വികസനം, ഭാവിയിലേക്ക് കൂടി എടുത്തു വെച്ച് പ്രകൃതിയെ കൂടി പരിഗണിച്ച് എല്ലാവരോടും നീതി പുലർത്തിക്കൊണ്ടുള്ള ഒരു വികസനമായിരിക്കണം. ഇൻക്ലൂസീവ്നെസ്, എവരിവൺ ഷുഡ് കോൺട്രിബ്യൂട്ട് ടു സൊസൈറ്റി. എല്ലാവരെയും സമൂഹത്തിൽ സംഭാവന ചെയ്യുക. എല്ലാവരും സമൂഹത്തിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് എന്തായിരിക്കണം, തന്റെ പൊട്ടൻഷ്യലെ വിനിയോഗിക്കണം എന്നാണ് പറയുന്നത്. മാൽഫ്രഡ് മാക്സ് നീഫ് promotes human scale development which focuses on basic human needs. He suggests, മാൽഫ്രഡ് മാക്സ് നീഫ് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഹ്യൂമൻ സ്കെയിൽ വികസനം പ്രോത്സാഹിപ്പിക്കുന്നു. അദ്ദേഹം നിർദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് അടുത്തത് പറയുന്നത്. മാൽഫ്രഡ് മാക്സ് നീഫ് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഹ്യൂമൻ സ്കെയിൽ, അതില് മനുഷ്യന്റെ അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങളാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിൽ പറയുന്ന പോയിന്റ്സ് നോക്കാം. ലോക്കൽ ഡിസിഷൻ മേക്കിംഗ്, പ്രാദേശിക തീരുമാനങ്ങൾ എടുക്കാനുള്ള ആവശ്യം അല്ലെങ്കിൽ അവകാശം. മോർ സെൽഫ് റിലയൻസസ്, കൂടുതൽ സാശ്രയത്വം. എ ബാലൻസ് ബിറ്റ്വീൻ പീപ്പിൾ, നേച്ചർ ആൻഡ് ടെക്നോളജി, മനുഷ്യനും പ്രകൃതിയും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ ഉണ്ടായിരിക്കണം. എ സ്ട്രോങ് കണക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി, വ്യക്തികളും സമൂഹവും തമ്മിലുള്ള ശക്തമായ ഒരു ബന്ധം ഉണ്ടായിരിക്കണം. സിവിൽ സൊസൈറ്റി വർക്കിംഗ് വിത്ത് ദ ഗവൺമെന്റ്, സർക്കാരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പൗര സമൂഹം ഉണ്ടായിരിക്കണം. ഗ്ലോബൽ ആൻഡ് ലോക്കൽ ഡെവലപ്മെന്റ് ഹാപ്പനിങ് ടുഗദർ, ആഗോളവും പ്രാദേശികവുമായ വികസനം ഒരുമിച്ച് നടക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള വികസനത്തെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പ്രോത്സാഹിപ്പിക്കുന്നത്. ഇത്തരം അവകാശങ്ങളും ആവശ്യങ്ങളും ഒരു പൗരസമൂഹത്തിന്, ഒരു സാധാരണ ജനതയ്ക്ക് ഉണ്ടായിരിക്കണം, എല്ലാവർക്കും ഒരുപോലെ ഉണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തത് നമുക്ക് ഒരു ചെറിയ ഹെഡിങ് നോക്കാം. പീപ്പിൾ സെന്റേർഡ് ഡെവലപ്മെന്റ്. പീപ്പിൾ സെന്റേർഡ് ഡെവലപ്മെന്റ് എന്താണെന്ന് നോക്കാം. പീപ്പിൾ സെന്റേർഡ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ജനകേന്ദ്രീകൃത വികസനം എന്നാണ് ആ വേർഡിന്റെ ഭാഷാർത്ഥം. ട്രഡീഷണൽ ഡെവലപ്മെന്റ് ഹാസ് ബീൻ കൺട്രോൾഡ് ഫ്രം the top, leaving little space for people to participate. Human scale development calls for direct democracy, where people make decisions. It aims to empower people, not just reduce poverty. പരമ്പരാഗത വികസനം മുകളിൽ നിന്ന് നിയന്ത്രിച്ചു, ആളുകൾക്ക് പങ്കെടുക്കാൻ കുറച്ച് ഇടം നൽകുന്നു. മനുഷ്യർ തീരുമാനങ്ങൾ എടുക്കുന്ന നേരിട്ടുള്ള ജനാധിപത്യത്തിന് ഹ്യൂമൻ സ്കെയിൽ വികസനം ആവശ്യപ്പെട്ടു. പരമ്പരാഗത വികസനം എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് ജമ്മി കുടിയാൻ ബന്ധവും അടിമ ഉടമ ബന്ധവും ഒക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ
മുകളിൽ നിൽക്കുന്നവർക്കാണ് വികസനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടിയിൽ നിൽക്കുന്നവർ എപ്പോഴും ആ ഒരു ലെവലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതില്ലാതെ എല്ലാവർക്കും ഒരേ തീരുമാനങ്ങൾ എടുക്കുന്ന നേരിട്ടുള്ള ജനാധിപത്യത്തിനെയാണ് എന്താണ് ഹ്യൂമൻ സ്കെയിൽ വികസനം എന്ന് ആവശ്യപ്പെടുന്നത്. ദാരിദ്ര്യം കുറയ്ക്കുക മാത്രമല്ല, ജനങ്ങളെ ശാക്തീകരിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. എന്തിന്റെ? ഹ്യൂമൻ സ്കെയിലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പാർട്ടിസിപ്പേഷൻ ഓഫ് ദ മാസസ്. അടുത്ത ചെറിയ സൈഡ് ഹെഡിങ് ആണ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ മാസസ്. അതായത് എല്ലാവരുടെയും, അതായത് നമ്മുടെ മാസ് പീപ്പിൾസിന്റെ, നമ്മുടെ എല്ലാ ബഹുജനങ്ങൾ, മാസസ് എന്ന് പറയുമ്പോൾ ബഹുജനങ്ങൾ, എല്ലാ ബഹുജനങ്ങളുടെയും പാർട്ടിസിപ്പേഷൻ എന്നാണ് അടുത്തത് പറയുന്നത്. ഇതൊക്കെ പോയിന്റ്സ് ആട്ടോ, പോയിന്റഡ് ആയിട്ടുള്ള ഹെഡിങ്ങുകളാണ് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ള പോയിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മെനി ഗവൺമെന്റ്സ് ഫോളോ ക്യാപിറ്റലിസ്റ്റ് മോഡൽസ് ദാറ്റ് ഇൻക്ലൂഡ് ഓർഡിനറി പീപ്പിൾസ് ഫ്രം ഡിസിഷൻ മേക്കിംഗ്, ബിഗ് ബിസിനസ് ഇൻഫ്ലുവൻസ് ഡെവലപ്മെന്റ് ആൻഡ് കോൺസെൻട്രേറ്റിംഗ് പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് സാധാരണക്കാരെ ഒഴിവാക്കുന്ന മുതലാളിത്ത മാതൃകകളാണ് പല സർക്കാരുകളും പിന്തുടരുന്നത്. വൻകിട ബിസിനസ്സുകൾ വികസനത്തെ സ്വാധീനിക്കുന്നു. അധികാരം ചുരുക്കം ചിലരുടെ കൈകളിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നു. എ പീപ്പിൾ സെൻട്രഡ് അപ്രോച്ച് എൻഷ്യൂർസ് ദാറ്റ് ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ഹിസ്റ്റോറീസ് ആർ റെസ്പെക്റ്റഡ്. ഇറ്റ് പ്രൊമോട്ട്സ് ഹ്യൂമൻ സെൻട്രഡ് ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ നീഡ്സ്. ജനകേന്ദ്രീകൃതമായിട്ടുള്ള സമീപനം വ്യത്യസ്ത സമൂഹങ്ങളും ചരിത്രങ്ങളും ബഹുമാനിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നു. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്ന മനുഷ്യ കേന്ദ്രീകൃത വികസനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. എ ഫോക്കസ് ഓൺ ബേസിക് നീഡ്സ് ആൻഡ് ലോക്കൽ ഡെവലപ്മെന്റ് അലോസ് ഈച്ച് കൺട്രി ടു ഡെവലപ്പ് ഇൻ എ വേ ദാറ്റ് സ്യൂട്ട്സ് ഇറ്റ്സ് ഓൺ പീപ്പിൾ. അടിസ്ഥാന ആവശ്യങ്ങളിലും പ്രാദേശിക വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഓരോ രാജ്യത്തെയും സ്വന്തം ജനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ വികസിപ്പിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അടുത്ത സൈഡ് ഹെഡിങ് വരുന്നത് റെസ്പെക്ട് ഡൈവേഴ്സിറ്റി. റിയൽ ഡെവലപ്മെന്റ് ഷുഡ് പ്രൊട്ടക്ട് ഡൈവേഴ്സിറ്റി, നോട്ട് സപ്രസ് ഇറ്റ്. ദിസ് മീൻസ് യഥാർത്ഥ വികസനം എന്നത് വൈവിധ്യത്തെ സംരക്ഷിക്കുന്നതായിരിക്കണം. നമ്മളെ ഡൈവേഴ്സിറ്റിയെ സംരക്ഷിക്കുന്നതായിരിക്കണം, അതിനെ അടിച്ചമർത്തുകയല്ല വേണ്ടത്. ഡീസെൻട്രലൈസിങ് പവർ, അതായത് അധികാര വികേന്ദ്രീകരണം, സ്ട്രെങ്തനിങ് ലോക്കൽ ട്രഡീഷൻസ്, പ്രാദേശിക പാരമ്പര്യങ്ങൾ ശക്തിപ്പെടുത്തുക, സപ്പോർട്ടിംഗ് സോഷ്യൽ മൂവ്മെന്റ്സ് ഫോർ ചേഞ്ച്, മാറ്റത്തിനായിട്ടുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുക, എൻഷുറിംഗ് ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, സമ്പത്തിന്റെ ന്യായമായ വിതരണം ഉറപ്പാക്കുക, പ്രൊട്ടക്ടിങ് ദ എൻവയോൺമെന്റ്, പരിസ്ഥിതിയെ സംരക്ഷിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ എന്താണ് പറയുന്നത് വെച്ചാൽ ഒരു വികസനത്തിന് ഉണ്ടായിരിക്കേണ്ട, അല്ലെങ്കിൽ ഒരു വികസനം ചെയ്തിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഡെവലപ്മെന്റ് ഷുഡ് ബി ഡ്രിവൻ ബൈ സൊസൈറ്റി, നോട്ട് ജസ്റ്റ് എ ഗവൺമെന്റ്. ഡെവലപ്മെന്റ് ആസ് എ കണ്ടിന്യൂസ് പ്രോസസ്. വികസനം നയിക്കേണ്ടത് സർക്കാരല്ല, സമൂഹമാണ്. ഒരു തുടർച്ചയായ പ്രക്രിയയാണ് വികസനം എന്ന് പറയുന്നത്. വികസനം എന്നാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളയ്ക്കുന്ന കാര്യമല്ല, അത് തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണെന്നാണ് പറയുന്നത്. ഡെവലപ്മെന്റ് ഈസ് നോട്ട് എ ഫൈനൽ ഗോൾ ബട്ട് എ കോൺസ്റ്റന്റ് പ്രോസസ് ഓഫ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ ചേഞ്ച്. ഇറ്റ് ഷുഡ് ഇംപ്രൂവ് ഹ്യൂമൻ ലൈഫ് ഇൻ ഓൾ ആസ്പെക്ട്സ്, പൊളിറ്റിക്കൽ, കൾച്ചറൽ ആൻഡ് സ്പിരിച്വൽ. വികസനം എന്നത് അന്തിമ ലക്ഷ്യമല്ല, സാമ്പത്തികവും സാമൂഹികവും സാങ്കേതികവുമായിട്ടുള്ള മാറ്റങ്ങളുടെ നിരന്തരമായ പ്രക്രിയയാണത്. രാഷ്ട്രീയവും സാംസ്കാരികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ മേഖലകളിലും മനുഷ്യ ജീവിതത്തെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഒരു യഥാർത്ഥ ഡെവലപ്മെന്റിന് എന്തായാലും വേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പ്രൊട്ടക്ട് ഹ്യൂമൻ സെക്യൂരിറ്റി, എൻഷുർ സസ്റ്റൈനബിലിറ്റി, അവോയ്ഡ് സോഷ്യൽ പ്രോബ്ലംസ് ലൈക്ക് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് വാർ. പ്രൊട്ടക്ട് ഹ്യൂമൻ സെക്യൂരിറ്റി, യഥാർത്ഥ വികസനങ്ങൾ എന്താണ്? മനുഷ്യ സുരക്ഷയെ സംരക്ഷിക്കുന്നതായിരിക്കണം. എൻഷുർ സസ്റ്റൈനബിലിറ്റി, സുസ്ഥിരത ഉറപ്പാക്കുന്നതായിരിക്കും. അവോയ്ഡ് പ്രോബ്ലംസ് ലൈക്ക് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് വാർ, പലായനം, യുദ്ധം തുടങ്ങിയ സാമൂഹിക പ്രശ്നങ്ങൾ എന്തായിരിക്കണം? ഒഴിവാക്കുന്നവയായിരിക്കണം. ഒരു യഥാർത്ഥത്തിലുള്ള ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. Meet present needs without harming future generations. The real goal of development is to improve human lives, not just
create wealth. Any progress that harm basic human needs should not be considered development. ഭാവി തലമുറയെ ദ്രോഹിക്കാതെ ഇന്നത്തെ ആവശ്യങ്ങൾ നിറവേറ്റുക, സമ്പത്ത് സൃഷ്ടിക്കുക മാത്രമല്ല മനുഷ്യജീവിതം മെച്ചപ്പെടുത്തുക എന്നതാണ് വികസനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്നാണ് അടിവരയിട്ട് ഇവിടെ പറയുന്നത്. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളെ ഹനിക്കുന്ന ഏതൊരു പുരോഗതിയും വികസനമായിട്ട് കണക്കാക്കുന്നില്ല. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ, മനുഷ്യന്റെ അവകാശങ്ങളെ, ബേസിക് നീഡ്സിനെ പോലും ബഹുമാനിക്കാത്ത വികസനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും ഡെവലപ്മെന്റ് ആയിട്ട് പറയുന്നില്ല. ഇപ്പോ നമ്മുടെ ഉത്തര കൊറിയയെ കുറിച്ചൊക്കെ പറയുന്നില്ലേ, അവിടെയൊക്കെ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും അവരുടെ കൺട്രോളിൽ വെച്ചിട്ടുള്ള ഇതാണ്. പക്ഷെ എന്നുവെച്ച് ആ നാട്ടില് ഒരുപാട് വികസനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും കൂടെ അതൊരു വികസനമല്ല. കാരണം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടുള്ള വികസനങ്ങൾ ഒന്നും എന്തല്ല, ഒരു ട്രൂ ഡെവലപ്മെന്റ് അല്ല എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്ത നമ്മുടെ മെയിൻ ഹെഡിങ് 3.3 വിമൻ ഇമ്പാക്ട് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് വിമൻ. ഇമ്പാക്ട് ഓഫ് ഡെവലപ്മെന്റ് ഓൺ വിമൻ. Development does not treat men and women equally. Even when aiming for equality, it often ignores the biological and social challenges women face. വികസനം സ്ത്രീയെയും പുരുഷനെയും തുല്യമായിട്ട് പരിഗണിക്കുന്നില്ല. സമത്വം ലക്ഷ്യമാക്കുമ്പോഴും അത് പലപ്പോഴും സ്ത്രീകൾ നേരിടുന്ന ജൈവികവും സാമൂഹികവുമായിട്ടുള്ള വെല്ലുവിളികളെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസ്, ബയോളജിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസ് ഒക്കെ വെച്ചിട്ട് സ്ത്രീകൾ എപ്പോഴും എന്താണ് ഡെവലപ്മെന്റ്സിൽ പിന്തള്ളപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് അതിൽ നമ്മൾ പറയുന്നത് ഇൻക്രീസ് ഇൻ ജെൻഡർ ഇക്വാലിറ്റി. അതിന് എന്ത് ചെയ്യണം? മാറ്റങ്ങൾ വരുത്തണം. അതിനുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇൻക്രീസിങ് ഇൻ ജെൻഡർ ഇക്വാലിറ്റി. ലിംഗ അസമത്വം. Gender equality lowers productivity and prevents equal access to resources. Women's lack of security, opportunities, and power affects their quality of life. Development must address women historical oppressions which has limited their mobility, work, and rights. ലിംഗ അസമത്വം ഉൽപാദനക്ഷമത കുറയ്ക്കുകയും വിഭവങ്ങളിലേക്കുള്ള തുല്യമായിട്ടുള്ള പ്രവേശനത്തെ തടയുകയും ചെയ്യുന്നു. തുല്യത നമ്മൾ പറഞ്ഞു, ആ ഒരു തുല്യതയായിട്ടുള്ള ആവശ്യത്തിന് നിരക്കുന്നതല്ല എന്ത് സ്ത്രീകളെ മാറ്റി നിർത്തപ്പെടുന്നത്. സ്ത്രീകളുടെ സുരക്ഷയുടെയും അവസരങ്ങളുടെയും ശക്തിയുടെയും അഭാവം അവരുടെ ജീവിത നിലവാരത്തെ ബാധിക്കുന്നുണ്ട്. വികസനം സ്ത്രീകളുടെ ചരിത്രപരമായ അടിച്ചമർത്തലിനെ അഭിസംബോധനം ചെയ്യണം. അത് അവരുടെ ചലനാത്മകതയും ജോലിയും അവകാശങ്ങളും പരിമിതപ്പെടുത്തുന്നു. ചരിത്രാതീത കാലം തൊട്ടേ എന്താണ് സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടവരായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ചരിത്രാതീത കാലത്തിനുള്ള ഒരു തിരിച്ചടിയായിരിക്കും എന്ത് വുമന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. വുമൻസിന് ഡെവലപ്മെന്റിൽ സ്ഥാനം കൊടുക്കുന്നതിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് എന്നാണ് പറയുന്നത്. Second one, mixed benefit for women. Development has opened new opportunities for women but has also increased gender gaps. Women often work in low-paying, under-regulated jobs while still handling household duties. They are often trapped in difficult conditions due to ലോവർ സോഷ്യൽ സ്റ്റാറ്റസ്. വികസനം എന്നത് സ്ത്രീകൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നിട്ടുണ്ടെങ്കിൽ പോലും ലിംഗഭേദം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഗാർഹിക ചുമതലകൾ കൈകാര്യം ചെയ്യുമ്പോൾ സ്ത്രീകൾ പലപ്പോഴും കുറഞ്ഞ വേതനങ്ങൾ ലഭിക്കുന്നു. അനിയന്ത്രിതമായ ജോലികളിൽ ജോലി ചെയ്യേണ്ടി വരുന്നു. താഴ്ന്ന സാമൂഹിക നില കാരണം അവർ പലപ്പോഴും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ കുടുങ്ങി പോവുകയും ചെയ്യുന്നു. വുമൺ ഇന്ന കാലത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ലോ വേജസിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അടുത്ത സൈഡ് ഹെഡിങ്, അടുത്ത പോയിന്റ്, തേർഡ് പോയിന്റ്, ഡബിൾ ബർഡൻ ഓൺ വുമൺ. Women face two burdens, child care and work. Many economic systems ignore their contributions, treating them as a dependence. Women working in farms, households, or informal jobs are often not counted in economic statistics, making their work visible. സ്ത്രീകളെ ഒരുപാട് ഭാരങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. ശിശുപരിപാലനവും ജോലിയും, ഈ രണ്ട് ഭാരങ്ങളും സ്ത്രീകള് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പല സാമ്പത്തിക സംവിധാനങ്ങളും അവരുടെ സംഭാവനകളെ അവഗണിക്കുന്നു. അവരെ മറ്റൊരാളുടെ ആശ്രിതരായിട്ട് കണക്കാക്കപ്പെടുന്നു. ഫാമുകളിലോ വീടുകളിലോ അനൗപചാരിക ജോലികളിലോ ജോലി ചെയ്യുന്ന സ്ത്രീകളെ സാമ്പത്തിക സ്ഥിതിവിവര കണക്കുകളിൽ പലപ്പോഴും കണക്കാക്കാറ് പോലുമില്ല. അത് അവരുടെ ജോലി അദൃശ്യമാക്കുന്നു എന്നാണ് ഇവിടെ ഈ ഒരു പോയിന്റ് അർത്ഥമാക്കുന്നത്. അടുത്ത പോയിന്റ്, നാലാമത്തെ പോയിന്റ് പറയുന്നത്, ഫോർത്ത് പോയിന്റ്, സ്ട്രെങ്തനിങ് ജെൻഡർ സ്റ്റീരിയോടൈപ്സ്. ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫ്റ്റൻ ഫോക്കസ് ഓൺ മെൻ, farming improvements, loans,
and resources are mostly given to men, leaving women behind. Mechanization in agriculture has led to job losses with women losing traditional roles in farming. വികസന പദ്ധതികൾ പലപ്പോഴും പുരുഷന്മാരെയാണ് കേന്ദ്രീകരിക്കുന്നത്. കാർഷിക മെച്ചപ്പെടുത്തലുകളും വായ്പകളും വിഭവങ്ങളും എന്നിവ കൂടുതലും സ്ത്രീകളെ ഉപേക്ഷിച്ച് പുരുഷന്മാർക്ക് നൽകുന്നു. കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം തൊഴിൽ നഷ്ടത്തിലേക്ക് നയിക്കുന്നു. കൃഷിയിൽ സ്ത്രീകൾക്ക് പരമ്പരാഗത റോളുകൾ എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. അടുത്ത നമ്മുടെ പോയിന്റ്, ഫിഫ്ത് പോയിന്റ് പറയുന്നത് ലോസ് ഓഫ് വുമൻസ് എക്കണോമിക് റോൾ. ട്രഡീഷണൽ എക്കണോമീസ് ട്രീറ്റഡ് മെൻ ആൻഡ് വുമൻ മോർ ഈക്വലി. ആസ് സൊസൈറ്റീസ് ബിക്കം മോർ സ്പെഷ്യലൈസ്ഡ്, വുമൻ ലോസ്റ്റ് എക്കണോമിക് ഇൻഡിപെൻഡൻസസ് ആൻഡ് ബിക്കം ഡിപെൻഡ് on men. Civilized societies took away women's roles in food production, making them more വൾണറബിൾ. പരമ്പരാഗത സമ്പദ് വ്യവസ്ഥകൾ പുരുഷന്മാരെയും സ്ത്രീകളെയും കൂടുതൽ തുല്യമായിട്ട് പരിഗണിച്ചു. സമൂഹങ്ങൾ കൂടുതൽ സവിശേഷമായപ്പോൾ സ്ത്രീകൾക്ക് സാമ്പത്തിക വികസനം നഷ്ടപ്പെടുകയും പുരുഷന്മാരെ ആശ്രയിക്കുകയും ചെയ്തു. പരിഷ്കൃത സമൂഹങ്ങൾ ഭക്ഷ്യ ഉൽപാദനത്തിൽ സ്ത്രീകളുടെ പങ്ക് എടുത്തു കളഞ്ഞു, അവരെ കൂടുതൽ ദുർബലമാക്കി. ഈ ആദിമ സമൂഹങ്ങളിൽ സ്ത്രീകൾക്കായിരുന്നു പുരുഷന്മാരെക്കാൾ പ്രാധാന്യം. പക്ഷെ പിന്നീട് അത് മാറി സ്ത്രീകള് താഴത്തോട്ട് വന്നു തുടങ്ങി. ഇപ്പൊ പുരുഷന്മാരെ ആശ്രയിക്കുന്ന ഒരു കൂട്ടത്തിലാണ് സ്ത്രീകളെ ഉൾപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത്. നമ്മുടെ 6th പോയിന്റ് നോക്കാം. ഫെമിനൈസേഷൻ ഓഫ് ഹൗസ് ഹോൾഡ്. മെൻ ഓഫ്റ്റൻ മൈഗ്രേറ്റ് ഫോർ വർക്ക്, ലീവിംഗ് വുമൻ ടു ഹാൻഡിൽ ബോത്ത് ഹൗസ് ഹോൾഡ്സ് ആൻഡ് എക്കണോമിക് റെസ്പോൺസിബിലിറ്റീസ്. ദിസ് റെഡ്യൂസസ് വുമൻസ് leisure time and increases their workload. Markets and transportation have also created job losses in traditional industries, making women's work less valued. പുരുഷന്മാർ പലപ്പോഴും ജോലിക്കായിട്ട് കുടിയേറുന്നു. സ്ത്രീകളെ ഗാർഹിക സാമ്പത്തികവുമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഇത് സ്ത്രീകളുടെ ഒഴിവ് സമയം കുറയ്ക്കുകയും അവരുടെ ജോലി ഭാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വിപണിയും ഗതാഗതവും പരമ്പരാഗത വ്യവസായങ്ങളിൽ തൊഴിൽ നഷ്ടം സൃഷ്ടിച്ചു. ഇത് സ്ത്രീകളുടെ അധ്വാനത്തെ കുറച്ചുകൂടി വിലമതിപ്പിക്കുന്നതാണ്. അതായത് വിപണിയിലും ഗതാഗതവും പരമ്പരാഗത വ്യവസായങ്ങളിൽ തൊഴിൽ നഷ്ടം സൃഷ്ടിച്ചു. തൊഴിലില്ലായ്മ സ്ത്രീകളുടെ അധ്വാനത്തെ കുറച്ചുകൂടി വിലമതിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു രീതികളിലേക്കെല്ലാം, ഈ ഒരു ഭാഗങ്ങളിലേക്കെല്ലാം സ്ത്രീകളുടെ ഒരു സാന്നിധ്യം ഉറപ്പു വന്നിട്ടുണ്ടെങ്കിൽ അതില് തൊഴിലവസരങ്ങള് കൂടും എന്നാണ് പറയുന്നത്. സ്ത്രീകളും കൂടെ കൈകടത്തുകയാണെങ്കിൽ എന്നാണ് പറഞ്ഞത്. അടുത്ത നമ്മൾ 7th പോയിന്റ്, യുണീക്കൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ. വുമൻ ആർ often given low paying jobs because they lack of education and training. Many women in developing countries still have lower literacy rates than men. Without education, they struggle to access credit, complete in the market or move into better jobs. വിദ്യാഭ്യാസം പരിശീലനവും ഇല്ലാത്തതിനാൽ സ്ത്രീകൾക്ക് കുറഞ്ഞ ശമ്പളത്തിൽ ജോലി നൽകാറുണ്ട്. വികസന രാജ്യങ്ങളിലെ പല സ്ത്രീകൾക്കും ഇപ്പോഴും പുരുഷന്മാരെക്കാൾ കുറഞ്ഞ സാക്ഷരതയുണ്ട്. വിദ്യാഭ്യാസം കൂടാതെ ക്രെഡിറ്റ് ആക്സസ് ചെയ്യാനോ വിപണിയിൽ മത്സരിക്കാനോ മികച്ച ജോലികളിലേക്ക് മാറാനോ അവരെന്ത് ചെയ്യുന്നുണ്ട്, വല്ലാണ്ട് പാടുപെടുന്നുണ്ട് എന്ന് പറയുന്നു. അടുത്ത പോയിന്റ് 8th പോയിന്റ് പറയാണ് എൻവയോൺമെന്റൽ ഡിസ്ട്രക്ഷൻ ആൻഡ് വുമൺ ഹാർഡ്ഷിപ്പ്. Environmental damage affects women more. Deforestation and pollution make it harder for them to find firewood, water and food. As resources become scarce, their workload increases. പരിസ്ഥിതി നാശം സ്ത്രീകളെയാണ് കൂടുതൽ ബാധിക്കുന്നത്. വനനശീകരണവും മലിനീകരണവും അവർക്ക് വിറകും വെള്ളവും ഭക്ഷണവും കണ്ടെത്തുന്നത് എന്താക്കുന്നു, ബുദ്ധിമുട്ടാക്കുന്നു. വിഭവങ്ങൾ കുറവായതിനാൽ അവരുടെ ജോലി ഭാരവും വർദ്ധിക്കുന്നു. ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ് വർദ്ധിക്കുന്നു എന്നാണ് പറഞ്ഞത്. അടുത്ത 9th പോയിന്റ്, ന്യൂ ടെക്നോളജി ആൻഡ് വുമൻ സ്ട്രഗിൾസ്. ടെക്നോളജി is supposed to help women, but it often harms them. Industrialization and larger development projects have damaged the environment, and women have led protests against these negative impacts. സാങ്കേതിക വിദ്യ സ്ത്രീകളെ സഹായിക്കണം, പക്ഷെ അത് പലപ്പോഴും അവരെ ദോഷകരമായിട്ട് ബാധിക്കും. സാങ്കേതിക വിദ്യ സ്ത്രീകളെ സഹായിക്കാൻ വേണ്ടത്, പക്ഷെ എന്നാൽ പോലും അത് പലപ്പോഴും അവരെ ദോഷകരമായിട്ട് ബാധിക്കുന്നു. വ്യാവസായികവൽക്കരണവും വലിയ വികസന പദ്ധതികളും പരിസ്ഥിതിയെ തകർത്തു. ഈ പ്രതികൂല പ്രത്യാഘാതങ്ങൾക്കെതിരെ സ്ത്രീകൾ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. അടുത്ത പോയിന്റ് 10th പോയിന്റ്,
Development's broken premise. Development often treats women as either workers or mothers, not both. This creates problems instead of solving them. Women have lost the protections of traditional societies but have not gained true freedom or equality. Development must focus on making women truly equal both at home and in the എക്കോണമി. വികസനം പലപ്പോഴും സ്ത്രീകളെ ഒന്നുകിൽ ജോലിക്കാരിയായോ അല്ലെങ്കിൽ അമ്മയായിട്ടോ ആണ് പരിഗണിക്കുന്നത്. ഇത് രണ്ടുമല്ല. ഇത് പരിഹരിക്കുന്നതിന് പകരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കാണുന്നതിലൂടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. സ്ത്രീകൾക്ക് പരമ്പരാഗത സമൂഹങ്ങളുടെ സംരക്ഷണം നഷ്ടപ്പെട്ടെങ്കിലും യഥാർത്ഥ സ്വാതന്ത്ര്യമോ സമത്വമോ ഇപ്പോഴും ലഭിച്ചിട്ടില്ല. വീട്ടിലെ സമ്പദ് വ്യവസ്ഥയിലും സ്ത്രീകളെ യഥാർത്ഥത്തിൽ തുല്യരാക്കുന്നതിൽ വികസനം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മള് സ്ത്രീ പക്ഷപാതത്തിൽ ഫെമിനിസത്തിൽ ഊന്നിക്കൊണ്ടാണ് പറയുന്നത്. സ്ത്രീകളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഡെവലപ്മെന്റ്സിൽ ഉണ്ടായിരിക്കണം. ഒരു ഡെവലപ്മെന്റ് ഒരു രാജ്യത്ത് വരുമ്പോൾ അതിൽ സ്ത്രീകളുടെ പങ്കാളിത്തം എത്രത്തോളം ഉറപ്പുവരുത്തണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അടുത്ത മെയിൻ ഹെഡിങ് 3.4 വിമൻ ആസ് എ കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ ഡെവലപ്മെന്റ് പോളിസീസ് എന്നതാണ്. വുമൺ ഇൻ ഡെവലപ്മെന്റ് പോളിസീസിലുള്ള വുമണിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഇൻ ദ 1970s, development policies started recognizing women as a separate group instead of treating them as dependent. This shift happened due to the failure of trickle-down economics, rising poverty, and pressure from the women's movement. Studies showed women's key roles in food production, poverty, and fertility, leading to the UD decades for women and new focus on women's development. 1970-കളിലെ വികസന നയങ്ങൾ സ്ത്രീകളെ ആശ്രിതരായിട്ട് കണക്കാക്കുന്നതിന് പകരം അവരെ ഒരു പ്രത്യേക ഗ്രൂപ്പായിട്ട് അംഗീകരിക്കാൻ തുടങ്ങി. ട്രിക്കിൾ ഡൗൺ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പരാജയം, വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യം, സ്ത്രീകളുടെ പ്രസ്ഥാനത്തിൽ നിന്നുള്ള സമ്മർദ്ദം എന്നിവ മൂലമാണ് ഈ മാറ്റം സംഭവിച്ചത്. ഭക്ഷ്യോൽപാദനം, ദാരിദ്ര്യം, ഫലഭൂയിഷ്ഠത എന്നിവയിൽ സ്ത്രീകളുടെ പ്രധാന പങ്ക് പഠനങ്ങൾ കാണിക്കുന്നു. ഇത് UN സ്ത്രീകളുടെ ദശാബ്ദത്തിലേക്കും സ്ത്രീകളുടെ വികസനത്തിൽ പുതിയ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലേക്കും നയിക്കാൻ കാരണമായി. ഇയർലി ഡെവലപ്മെന്റ് പോളിസീസ് ബിഫോർ 1970s മുന്നേയുള്ള കാലത്ത് men were seen as breadwinners while women were viewed as mothers and dependents. Policies for women focused on welfare such as nutrition, home economics, maternal health, and family planning. These programs reinforced traditional gender roles rather than promoting women's independence. 1970 മുൻപുള്ള കാലഘട്ടങ്ങളിൽ പുരുഷന്മാരെ അന്നദാതാക്കളായും സ്ത്രീകളെ അമ്മയായും ആശ്രിതരായും കണ്ടിരുന്നു. പോഷകാഹാരം, ഹോം എക്കണോമിക്സ്, മാതൃആരോഗ്യം, കുടുംബാസൂത്രണം തുടങ്ങിയ ക്ഷേമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള സ്ത്രീകൾക്കായിട്ടുള്ള നയങ്ങൾ ഈ പരിപാടികൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം പരമ്പരാഗതമായ ലിംഗപരമായ റോളുകൾ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോഴും എന്താ ചെയ്തത്? അവരുടെ ആ അമ്മ അല്ലെങ്കിൽ വീട്ടിലെ ആള് എന്നുള്ള ആ ഒരു റോളിനെ പുലർത്തിക്കൊണ്ടു പോകുന്ന തരത്തിലുള്ള സമ്പ്രദായങ്ങളാണ് ചെയ്തത്. പിന്നെ 1970 ശേഷം അത് മാറ്റങ്ങൾക്ക് കാരണമായി എന്ന് പറയുന്നത്. ഷിഫ്റ്റ് ടുവേർഡ്സ് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. അടുത്തൊരു സൈഡ് ഹെഡിങ് ആണ് അത് കേട്ടോ. ബൈ ദ 1980s, as economies worsened, women were seen as economic agents. Policies encouraged them to start micro businesses, small enterprises, and market activities. This idea was that using women's labor more efficiently would benefit development. 1980-കളോടെ സമ്പദ് വ്യവസ്ഥ മോശമായപ്പോൾ സ്ത്രീകൾ സാമ്പത്തിക ഏജന്റുമാരായിട്ട് കണ്ടു തുടങ്ങി. മൈക്രോ ബിസിനസ്സുകാർ സമ്പദ് വ്യവസ്ഥ കുറഞ്ഞു കണ്ടപ്പോ സ്ത്രീകളെ കൂടി അതിലേക്ക് ഉൾപ്പെടുത്താൻ തുടങ്ങി എന്നാണ് പറയുന്നത്. മൈക്രോ ബിസിനസ്സുകൾ, ചെറുകിട സംരംഭങ്ങൾ, വിപണി പ്രവർത്തനങ്ങൾ എന്നിവ ആരംഭിക്കാൻ നയങ്ങൾ അവരെ പ്രോത്സാഹിപ്പിച്ചു. സ്ത്രീകളുടെ അധ്വാനം കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നത് വികസനത്തിന് ഗുണം ചെയ്യുമെന്നുള്ള ആശയം അപ്പോൾ മുതൽ തുടങ്ങി എന്നാണ് പറയുന്നത്. ചലഞ്ചസ് ഇൻ വുമൺ എക്കണോമിക് റോളില് വുമൻസിനുള്ള ചലഞ്ചസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അടുത്ത് പറയുന്നത്. അടുത്ത സൈഡ് ഹെഡിങ് ആണ് അത് കേട്ടോ. ഈവൻ ആസ് women entered the workforce, they still had to handle child care and household duties. With favor government welfare programs, their workload increased. സ്ത്രീകൾ ജോലി പ്രവേശിച്ചപ്പോൾ അവർക്ക് ശിശുപാലന, ഗാർഹിക ചുമതലകൾ കൈകാര്യം ചെയ്യേണ്ടി വന്നു. കാരണം ഒരു ജോലിയിലോട്ട് പോകുമ്പോൾ വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് വേണം ഒരു
സ്ത്രീക്ക് പോകാൻ എന്നാണ് പറയുന്നത്. സർക്കാർ ക്ഷേമ പദ്ധതികൾ കുറഞ്ഞതോടെ അവരുടെ ജോലിഭാരം അധികരിക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. ദ ഫ്രീ മാർക്കറ്റ് ഡിഡ് നോട്ട് പ്രൊവൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് women often faced exploitation. Simply adding women to economy without addressing gender inequality did not improve their condition. സ്വതന്ത്ര വിപണി തുല്യ അവസരങ്ങൾ നൽകുന്നില്ല. സ്ത്രീകൾ പലപ്പോഴും ചൂഷണങ്ങൾ നേരിട്ടിരുന്നു. ലിംഗസമത്വം പരിഹരിക്കാതെ സ്ത്രീകളെ സമ്പദ് വ്യവസ്ഥയിലേക്ക് ചേർക്കുന്നത് അവരുടെ അവസ്ഥ ഒരിക്കലും മെച്ചപ്പെടുത്തില്ലെന്നാണ് പറയുന്നത്. സ്ത്രീ പുരുഷൻ എന്നുള്ള ആ ഒരു കാര്യം എന്താണ്, ഒരിക്കലും അവർക്ക് ഡെവലപ്മെന്റിന് കുറഞ്ഞല്ല, ഒരു ഈക്വാലിറ്റി ആണ് അവർക്ക് വേണ്ടത് എന്നാണ് പറയുന്നത്. ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഡെവലപ്മെന്റിന്റെ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്സിനെ കുറിച്ചാണ് അടുത്തത് പറയുന്നത് കേട്ടോ. Feminists argued that development policies must recognize the gender division of labor both at home and in the economy. Treating all women as a single group ignored difference in class, race and rationality. വികസന നയങ്ങൾ തൊഴിലിന്റെ ലിംഗവിഭജനത്തെ അംഗീകരിക്കണമെന്ന് ഫെമിനിസ്റ്റുകൾ വാദിച്ചു. വീട്ടിലും സമ്പദ് വ്യവസ്ഥയിലും എല്ലാ സ്ത്രീകളെയും ഒരൊറ്റ ഗ്രൂപ്പായി കണക്കാക്കുന്നത് വർഗം, വംശം, ദേശീയത എന്നിവയിലെ വ്യത്യാസങ്ങളെ അവഗണിക്കുകയാണെന്നാണ് പറയുന്നത്. എ മോർ ഇൻക്ലൂസീവ് അപ്രോച്ച്. The dawn development alternatives with women for a new era. Movement suggests that development should focus on the most oppressed women, those marginalized by poverty, race and rationality. This approach helped shaping modern development policies, making equality, empowerment and justice key global goals for women. ദാരിദ്ര്യവും വംശവും ദേശീയത എന്നിവയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഏറ്റവും അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളിൽ വികസനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഡോൺ ഡെവലപ്മെന്റ് ഓൾട്ടർനേറ്റീവ്സ് വിത്ത് വുമൺ ഫോർ എ ന്യൂ എറ അഭിപ്രായപ്പെട്ടു. ആ സംഘടന അഭിപ്രായപ്പെട്ടു സമത്വം, ശാക്തീകരണം, നീതി എന്നിവ സ്ത്രീകളുടെ പ്രധാന ആഗോള ലക്ഷ്യങ്ങളാക്കി മാറ്റുന്നതിനും ആധുനിക വികസന നയങ്ങൾ രൂപപ്പെടുത്തുന്നതിനും ഈ സമീപനം സഹായിക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അടുത്ത നമ്മുടെ മെയിൻ ഹെഡിങ് 3.5 ഐഡന്റിഫിക്കേഷൻ ഓഫ് ജെൻഡർ നീഡ് റോൾ ആൻഡ് സ്ട്രാറ്റജി. Development policies now recognize that women and men have different roles in society and the household. This affects their access to resources and decision-making power. Two key ideas help in planning gender-sensitive role policies. സമൂഹത്തിലും കുടുംബത്തിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത റോളുകളുണ്ടെന്ന് വികസന നയങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞു. അത് വിഭവങ്ങളിലേക്കുള്ള അവരുടെ പ്രവേശനത്തെയും തീരുമാനമെടുക്കാനുള്ള അധികാരത്തെയും ബാധിക്കുന്നു. ലിംഗ സെൻസിറ്റീവ് നയങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് രണ്ട് പ്രധാന ആശയങ്ങൾ സഹായിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ, ജെൻഡർ റോൾസ് ആൻഡ് നീഡ്സ്, ലിംഗപരമായ റോളുകളും ആവശ്യങ്ങളും. കൺട്രോൾ ഓവർ റിസോഴ്സസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഇൻ ഹൗസ് ഹോൾഡ്, വിഭവങ്ങളിൽ മേലുള്ള നിയന്ത്രണവും വീടുകളിലെ തീരുമാനമെടുക്കലും. ഈ രണ്ട് കാര്യങ്ങൾ എന്താണ്, വുമന്റെ മേല് എന്താണ് അമർത്തപ്പെട്ടിട്ടുള്ളതാണ്, അവർക്ക് എന്നുള്ള ലെവലിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. വുമൻസ് റോൾസ് ഇൻ ദ ഹൗസ് ഹോൾഡ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ഹൗസ് ഹോൾഡില് സ്ത്രീകളുടെ റോൾ എന്താണെന്നാണ് പറയുന്നത്. ഇൻ ദ പാസ്റ്റ് വുമൺ were seen as a part of a family unit rather than individuals with separate needs. Feminists pointed out that households are not equal spaces and men usually have more control over money and decision. മുൻകാലങ്ങളിൽ സ്ത്രീകളെ പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള വ്യക്തികളായിട്ട് കാണുന്നതിന് പകരം ഒരു കുടുംബ യൂണിറ്റിന്റെ ഭാഗമായിട്ടാണ് കണ്ടിരുന്നത്. കുടുംബങ്ങൾക്ക് തുല്യ ഇടങ്ങളില്ലെന്നും പുരുഷന്മാർ സാധാരണയായി പണത്തിലും തീരുമാനങ്ങളിലും കൂടുതൽ നിയന്ത്രണമുണ്ടെന്ന് ഫെമിനിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടി. സ്ത്രീകളെ വീട്ടു വേലക്കാരായിട്ടും ആണുങ്ങൾക്കായിരുന്നു പണത്തിന് മേലുള്ള അധികാരവും തീരുമാനമെടുക്കാനുള്ള പവറും ഒക്കെയാണെന്നാണ് പറയുന്നത്. റിസർച്ചേഴ്സ് Caroline Moses identified 3 incorrect beliefs about household. All household are nuclear families. എല്ലാ വീടുകളും അണുകുടുംബങ്ങളാണ്. കരോലിൻ മോസർ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഹൗസ് ഹോൾഡിനെ കുറിച്ചുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള തെറ്റായ ചിന്തകളെ കുറിച്ചാണ്, തെറ്റായ വിശ്വാസങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, ഓൾ ഹൗസ് ഹോൾഡ് ആർ ന്യൂക്ലിയർ ഫാമിലി. ഹസ്ബൻഡ്, വൈഫ് ആൻഡ് എല്ലാ വീടുകളും അണുകുടുംബങ്ങളാണെന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ്. അല്ല, ഓൾ ഫാമിലി മെമ്പേഴ്സ് ഷെയർ റിസോഴ്സസ് ആൻഡ് പവർ ഈക്വലി. എല്ലാ കുടുംബാംഗങ്ങളും വിഭവങ്ങളും അധികാരം തുല്യമായിട്ട് പങ്കിടുന്നു എന്നുള്ള വാദം അതും എന്താണ്, തെറ്റായിട്ടുള്ള കാര്യമാണ്. മെൻ വർക്ക്
ഔട്ട്സൈഡ് ആൻഡ് വുമൺ ഡു ഹൗസ് വർക്ക്. പുരുഷന്മാർ പുറത്ത് ജോലി ചെയ്യുന്നു, സ്ത്രീകൾ എന്താണ് വീട്ടു ജോലികളാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാൽ ആ ഒരു വാദം തെറ്റാണ്. കാരണം പുരുഷന്മാർ വർക്ക് ചെയ്യുന്നുണ്ട്, സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. These assumptions ignore the reality that many households are led by women due to migration, war or abandonment. Women in low income families are often primary earners, yet policies assumes they depend on men. This false idea has included women from land ownership, ക്രെഡിറ്റ് ആൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. കുടിയേറ്റം, യുദ്ധം അല്ലെങ്കിൽ ഉപേക്ഷിക്കൽ എന്നിവ കാരണം പല കുടുംബങ്ങളും സ്ത്രീകളാൽ നയിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യത്തെ ഈ അനുമാനങ്ങൾ അവഗണിക്കുന്നുണ്ട്. താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾ പലപ്പോഴും പ്രാഥമിക വരുമാനക്കാരാണ്, എന്നിട്ടും പോളിസികൾ അവർ പുരുഷന്മാരെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ തെറ്റായ ആശയം സ്ത്രീകളെ ഭൂവുടമസ്ഥത, വായ്പ, തൊഴിലവസരങ്ങൾ എന്നിവയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. പല കുടുംബങ്ങളിലും സാഹചര്യങ്ങൾ കൊണ്ട് ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവര് വരുമാനം ഏൺ ചെയ്യുന്നുണ്ട്, അവർ ആ കുടുംബത്തിനുള്ള കാര്യങ്ങളൊക്കെ ആണുങ്ങൾ ഉണ്ടായാൽ പോലും അവരാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നാലും അതൊന്നും മറ്റുള്ളവർ കാണുന്നില്ല. എപ്പോഴും അവർ ആശ്രിതരാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് അവർ പറയുന്നത്. ഹൗസ് ഹോൾഡ് ഇനിക്വാളിറ്റി ആൻഡ് പവർ. അടുത്ത പറയുന്നത് ഹൗസ് ഹോൾഡ് ഇനിക്വാളിറ്റി ആൻഡ് പവർ എന്നുള്ള ഒരു സൈഡ് ഹെഡിങ് ആണ്. ഹൗസ് ഹോൾഡ് ആർ നോട്ട് ഫെയർ സ്പേസസ് വെർ എവരി വൺ ഗെറ്റ് ഈക്വൽ റിസോഴ്സസ്. മെൻ ഓഫ്റ്റൻ ഗെറ്റ് പ്രയോറിറ്റി ഇൻ ഫുഡ്, ഹെൽത്ത് കെയർ ആൻഡ് പ്രോപ്പർട്ടി, വൈൽ വുമൺ ആർ എക്സ്പെക്റ്റഡ് ടു സാക്രിഫൈസ് ഫോർ ദ ഫാമിലി. എല്ലാവർക്കും തുല്യമായ വിഭവങ്ങൾ ലഭിക്കുന്ന ന്യായമായ ഇടങ്ങളല്ല കുടുംബങ്ങൾ എന്നാണ് പറയുന്നത്. ഭക്ഷണം, ആരോഗ്യം, സംരക്ഷണം, സ്വത്ത് എന്നിവയിൽ പുരുഷന്മാർക്ക് പലപ്പോഴും മുൻഗണന ലഭിക്കുന്നുണ്ട്. അതേസമയം സ്ത്രീകൾ കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്യുമെന്നാണ് അവര് അതിനെ പറയുന്നത്, പ്രതീക്ഷിക്കുന്നത്. അതൊക്കെ നമ്മുടെ കടമയാണ് എന്നാണ് എല്ലാവരും പറയുന്നത് എന്നാണ് പറയുന്നത്. Even when women earn money, they mostly spend it on food, clothing and daily needs, while men often spend on personal interests. This shows that the male head does not always represent the household best interests. സ്ത്രീകൾ പണം സമ്പാദിക്കുമ്പോൾ പോലും എന്താണ് അവർ അത് ഭക്ഷണത്തിനും വസ്ത്രത്തിനും ദൈനംദിന ആവശ്യങ്ങൾക്കുമായിട്ടാണ് ചെലവഴിക്കുന്നത്. പുരുഷന്മാർ എന്താണ് പലപ്പോഴും വ്യക്തിപരമായ താല്പര്യങ്ങൾക്കായിട്ടാണ് പണങ്ങൾ ചെലവഴിക്കുന്നത്. പുരുഷ തല എല്ലായ്പ്പോഴും കുടുംബത്തിന്റെ മികച്ച താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ലെന്നാണ് ഇത് കാണിക്കുന്നത്. Gender roles also limit women's ability to earn more money since they do most of the household work. They have less time for jobs, keeping them dependent on women and vulnerable to poverty and violence. ലിംഗപരമായിട്ടുള്ള വേഷങ്ങൾ കൂടുതൽ പണം സമ്പാദിക്കാനുള്ള സ്ത്രീകളുടെ കഴിവിനെ പരിമിതപ്പെടുത്തുന്നു. അതായത് ലിംഗവിവേചനം കേട്ടോ. അവർ മിക്ക വീട്ടുജോലികളും ചെയ്യുന്നതിനാൽ അവർക്ക് ജോലി സമയം വളരെ കുറവാണ്. വീട്ടുജോലികളൊക്കെ തീർത്തു പോകണം എന്നുള്ളതിനാൽ എന്താണ് അവർക്ക് പുറത്ത് വർക്ക് ചെയ്യാനുള്ള സമയം വളരെ കുറവാണ്. അവരെ പുരുഷന്മാരെ ആശ്രയിക്കുകയും ദാരിദ്ര്യത്തിനും അക്രമത്തിനും ഇരയാകേണ്ടിയും വരുന്നു എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് കേട്ടോ. അടുത്തത് വുമൻസ് ട്രിപ്പിൾ റോള്. വുമൻസിന്റെ ട്രിപ്പിൾ റോളിനെ കുറിച്ചാണ് പറയുന്നത്. വുമൺ പ്ലേ 3 key roles in society. വുമൺ എന്ത് ചെയ്യുന്നുണ്ട് സൊസൈറ്റിയില് 3 key റോൾസുകൾ ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, റീപ്രൊഡക്റ്റീവ് വർക്ക്, ചൈൽഡ് ബർത്ത് ആൻഡ് റേസിംഗ് ചിൽഡ്രൻ. പ്രത്യുൽപാദന പ്രവർത്തനം, പ്രസവവും കുട്ടികളെ വളർത്തലും. പ്രൊഡക്റ്റീവ് വർക്ക്, ഏർണിംഗ് വേജസ് ഇൻ ഫാംസ്, ഫാക്ടറീസ് ഓർ ബിസിനസ്സസ്. ഉൽപാദനപരമായ ജോലി, ഫാമുകൾ, ഫാക്ടറികൾ, ബിസിനസ്സുകൾ ലഭിക്കുന്ന വേതനം, അതായത് ജോലി ചെയ്യുന്ന പുറത്തു പോയിട്ട് ജോലി ചെയ്യുന്നുള്ള വേതനം. കമ്മ്യൂണിറ്റി വർക്ക്, മാനേജിംഗ് റിസോഴ്സസ് ഫോർ ദയർ ഫാമിലീസ് ആൻഡ് നെയ്ബർഹുഡ്. അവരുടെ കുടുംബത്തിനും അയൽപക്കങ്ങൾക്കുള്ള വിഭവങ്ങൾ എന്താണ് അവര് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ 3 കാര്യങ്ങളാണ്, 3 റോൾസുകളാണ് ഒരു സൊസൈറ്റിയിലെ സ്ത്രീകൾ ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. Despite this much of women's work in unpaid or undervalued, men even when unemployed are still seen as a primary workers. Feminists argue that this division of labor is a major cause of women's സബോർഡിനേഷൻ. ഇതൊക്കെയാണെങ്കിൽ പോലും സ്ത്രീകളുടെ ജോലിയിൽ ഭൂരിഭാഗവും ശമ്പളം ലഭിക്കാത്തതോ വില കുറഞ്ഞതോ ആണ് എന്നാണ് പുരുഷന്മാർ തൊഴിലില്ലാത്തവരാണെങ്കിൽ പോലും ഇപ്പോഴും പ്രാഥമിക തൊഴിലാളികളായിട്ട് കാണപ്പെടുന്നു. ഈ തൊഴിൽ വിഭജനം സ്ത്രീകളുടെ വഴക്കത്തിന് ഒരു പ്രധാന കാരണമാണെന്ന് ഫെമിനിസ്റ്റുകൾ വാദിക്കുകയും ചെയ്യുന്നു. പ്രാക്ടിക്കൽ വേഴ്സസ് സ്ട്രാറ്റജിക്കൽ ജെൻഡർ നീഡ്സ്. അടുത്ത സൈഡ് ഹെഡിങ് ആണ് പ്രാക്ടിക്കൽ വേഴ്സസ് സ്ട്രാറ്റജിക് ജെൻഡർ നീഡ്സ് എന്ന് പറയുന്നത്. അതിന് എന്താണ് അർത്ഥമാക്കുന്നത് നോക്കാം. മാക്സൻ
Molenex and Caroline Moses introduced the idea that women needs fall into two categories. മാക്സൈനും മോലേനസും പറയുന്നത് സ്ത്രീകളുടെ ആവശ്യങ്ങൾ രണ്ട് വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു എന്ന ആശയമാണ് കേട്ടോ. ഫസ്റ്റ് വൺ, പ്രാക്ടിക്കൽ ജെൻഡർ നീഡ്സ്. ഇമ്മീഡിയറ്റ് നീഡ്സ് ലൈക്ക് വാട്ടർ, ഹെൽത്ത് കെയർ ആൻഡ് ജോബ്സ്. ദിസ് ഡു നോട്ട് ചലഞ്ച് ജെൻഡർ ഇൻഇക്വാലിറ്റി ബട്ട് ഇംപ്രൂവ് വുമൻസ് ഡെയിലി ലൈഫ്സ്. പ്രായോഗിക ലിംഗപരമായ ആവശ്യങ്ങൾ, വെള്ളം, ആരോഗ്യ സംരക്ഷണം, ജോലികൾ തുടങ്ങിയ അടിയന്തര ആവശ്യങ്ങൾ ഇവ ലിംഗ അസമത്വങ്ങളുടെ വെല്ലുവിളിക്കുന്നില്ല, മറിച്ച് സ്ത്രീകളുടെ ദൈനംദിന ജീവിതം മെച്ചപ്പെടുത്തുന്നവയാണ്. അതുകൊണ്ട് എന്താണ് ഇത് ഉറപ്പായിട്ട് എന്താണ് പ്രാക്ടിക്കലായിട്ട് അവർക്ക് കിട്ടിയിരിക്കണം. സ്ട്രാറ്റജിക് ആൻഡ് ജെൻഡർ നീഡ്സ്. ചേഞ്ച് ദാറ്റ് ഗിവ് വുമൻ മോർ പവർ ലൈക്ക് ഈക്വൽ പേ, ലീഗൽ റൈറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം വയലൻസ്. സ്ട്രാറ്റജിക് ജെൻഡർ ആവശ്യങ്ങൾ തുല്യവേതനവും നിയമപരമായിട്ടുള്ള അവകാശങ്ങളും അക്രമത്തിൽ നിന്നുള്ള സംരക്ഷണം എന്നിങ്ങനെ സ്ത്രീകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന മാറ്റങ്ങൾ എന്താണ് വരേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. മോസ്റ്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഫോക്കസ്ഡ് ഓൺ പ്രാക്ടിക്കൽ നീഡ്സ് വിച്ച് ഹെൽപ്പ് വുമൻ but do not change their status in society. Addressing strategic needs leads to true gender equality by changing laws and social structures. മിക്ക വികസന പരിപാടികളും പ്രായോഗിക ആവശ്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അത് സ്ത്രീകളെ സഹായിക്കുന്നു, എന്നാൽ സമൂഹത്തിൽ അവരുടെ പദവിയിലൊന്നും മാറ്റം വരുന്നില്ല. തന്ത്രപരമായ ആവശ്യങ്ങൾ പരിഹരിക്കുന്നത് നിയമങ്ങളും സാമൂഹിക ഘടനകളും മാറ്റുന്നതിലും യഥാർത്ഥ ലിംഗസമത്വത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഫോർ റിയൽ ചേഞ്ച്, ഡെവലപ്മെന്റ് പോളിസീസ് മസ്റ്റ് അഡ്രസ് ബോത്ത് പ്രാക്ടിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് നീഡ്സ്. വുമൻ സ്ട്രഗിൾസ് ആർ നോട്ട് ജസ്റ്റ് അബൌട്ട് സർവൈവൽ ബട്ട് ഓൾസോ അബൌട്ട് ഗെയിനിങ് പവർ ആൻഡ് ഇക്വാലിറ്റി ഇൻ സൊസൈറ്റി. യഥാർത്ഥ മാറ്റത്തിന് വികസന നയങ്ങൾ പ്രായോഗികവും തന്ത്രപരമായ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യണമെന്നും സ്ത്രീകളുടെ പോരാട്ടങ്ങൾ അതിജീവനം മാത്രമല്ല സമൂഹത്തിന്റെ അധികാരവും സമത്വവും നേടിയെടുക്കാൻ കൂടിയുള്ളതാണെന്നുള്ളതും എല്ലാവരും മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ്. ജോലിയിലുള്ള ഇപ്പൊ പുറത്തുപോയി ജോലി ചെയ്യാനും ഒക്കെ തുടങ്ങിയപ്പോ പോലും എന്താണ് വീട്ടിലെ കാര്യങ്ങൾ അവർ തന്നെ ചെയ്യേണ്ട അവസ്ഥയാണ്. അവിടെയും അവർക്കൊരു ഇക്വാലിറ്റി ഇല്ല. എല്ലാ ഇടങ്ങളിലും കുട്ടികളെ നോക്കേണ്ടത് സ്ത്രീയാണ്, വീട്ടുജോലി ചെയ്യുന്നത് സ്ത്രീയാണ് എന്നുള്ള ചിന്ത ഇപ്പോഴും ആർക്കും മാറിയിട്ടില്ല എന്നാണ് പറയുന്നത്. അവിടെയൊക്കെ എന്ത് വരണം, വ്യത്യാസങ്ങൾ വരേണ്ടതായിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത മെയിൻ ഹെഡിങ് 3.6 പെർസ്പെക്റ്റീവ് ഓൺ വുമൺ ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, സ്ട്രക്ചറൽ പെർസ്പെക്റ്റീവ്സ്. എന്തൊക്കെയാണ് വീക്ഷണങ്ങൾ എന്നുള്ളതാണ് കേട്ടോ. വുമന്റെ ഡെവലപ്മെന്റിന്റെ വീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. ദിസ് വ്യൂ criticizes traditional development policies for assuming the society in this constant conflict over resources and power. It argues that real change happens not through സ്മോൾ റിഫോംസ് ബട്ട് ത്രൂ മേജർ ട്രാൻസ്ഫോർമേഷൻ. ഈ ഒരു വീക്ഷണം ഈ സ്ട്രക്ചറൽ പെർസ്പെക്റ്റീവ് എന്നിട്ടുള്ള വീക്ഷണം ഈ പരമ്പരാഗത വികസന നയങ്ങളെ വിമർശിക്കുന്നത് സമൂഹം വിഭവങ്ങളുടെയും അധികാരത്തിന്റെയും പേരിൽ നിരന്തരമായ സംഘടനത്തിലാണെന്ന് അനുമാനിക്കുന്നു. യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത് ചെറിയ പരിഷ്കാരങ്ങളിലൂടെയല്ല, മറിച്ച് വലിയ പരിവർത്തനങ്ങളിലൂടെയാണെന്നാണ് ഈ സ്ട്രക്ചറൽ പെർസ്പെക്റ്റീവ് വാദിക്കുന്നത്. സ്ട്രക്ചറൽ പെർസ്പെക്റ്റീവിന്റെ വീക്ഷണം എന്ന് പറയുന്നത് believes that capitalism has marginalized women, especially in poorer countries. However, some feminists argue that Marxism overlook how men, not just capitalism, benefit from women's oppression. മുതലാളിത്തം സ്ത്രീകളെ പ്രത്യേകിച്ച് ദരിദ്ര രാജ്യങ്ങളിൽ പാർശ്വവൽക്കരിച്ചു എന്ന് മാർക്സിസ്റ്റുകൾ വിശ്വസിക്കുന്നു. എന്നിരുന്നാൽ പോലും മുതലാളിത്തം മാത്രമല്ല സ്ത്രീകളുടെ അടിച്ചമർത്തലിൽ നിന്ന് പുരുഷന്മാർക്ക് എങ്ങനെ പ്രയോജനം ലഭിക്കുന്നു എന്ന് മാർക്സിസം അവഗണിക്കുന്നു എന്ന് ചില ഫെമിനിസ്റ്റുകൾ വാദിക്കുന്നു. മുതലാളിത്തം മാത്രമല്ല സ്ത്രീകളുടെ പുരുഷന്മാരുടെ അടിച്ചമർത്തലിൽ നിന്ന് സ്ത്രീകളെ മോചിപ്പിക്കുന്നത് എന്തുതന്നെയാണ്, ഒരു മോചനം തന്നെയാണ്, ഒരു പ്രയോജനം ലഭിക്കുന്ന കാര്യം എന്ന് തന്നെയാണ് എന്നുള്ളത് എന്താണ് മാർക്സിസം എതിർക്കുന്നു എന്നാണ്. എവിടെയും സ്ത്രീകളുടെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നില്ല എന്നാണ് പറയുന്നത്. Feminist linked an issue to global capitalism, showing how unpaid female labor supports economic growth. ഫെമിനിസ്റ്റുകൾ ഈ പ്രശ്നത്തെ ആഗോള മുതലാളിത്തവുമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. ശമ്പളമില്ലാത്ത സ്ത്രീ തൊഴിലാളികൾ സാമ്പത്തിക വളർച്ചയെ എങ്ങനെ പിന്തുണയ്ക്കുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. Maria Meise, a German feminist, argued that men have historically dominated women as they dominated nature. She believed patriarchy existed long before capitalism and that male power is the root of women's oppression. ജർമ്മൻ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള മരിയ പറയുന്നത് പ്രകൃതിയിൽ ആധിപത്യം പുലർത്തിയതുപോലെ പുരുഷന്മാർ ചരിത്രപരമായ സ്ത്രീകളെ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ടെന്ന് വാദിച്ചു.
മുതലാളിത്തത്തിന് വളരെ മുൻപ് തന്നെ പുരുഷ ആധിപത്യം നിലനിന്നിരുന്നുവെന്നും സ്ത്രീകളുടെ അടിച്ചമർത്തലിലെ മൂലകാരണം പുരുഷ ശക്തിയാണെന്നും അവർ വിശ്വസിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ജർമ്മൻ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള മരിയയുടെ അഭിപ്രായമാണ് പറയുന്നത്. അടുത്ത പോയിന്റ് പറയുന്നത് ജെൻഡർ റിലേഷൻസ് framework ആണ്. This perspective sees gender as a social system, not just a biological difference. It criticizes both capitalism and patriarchy for generalization women's struggles worldwide. ഈ വീക്ഷണം ലിംഗഭേദത്തെ ഒരു സാമൂഹിക വ്യവസ്ഥയായിട്ട് കാണുന്നു. ഒരു ജീവശാസ്ത്രപരമായ വ്യത്യാസങ്ങളല്ല, ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ സമരങ്ങളെ സാമാന്യവൽക്കരിക്കുന്നതിന് വേണ്ടി മുതലാളിത്തത്തെയും പുരുഷാധിപത്യത്തെയും ഇത് വിമർശിക്കുകയും ചെയ്യുന്നു. Instead of seeing men as always powerful and women as always oppressed, it examines how gender roles shape society. It looks at how work, caregiving and social expectations define power dynamics. It also considers factors like class, race and religion in shaping gender inequality. പുരുഷന്മാരെ എല്ലായ്പ്പോഴും ശക്തരായും സ്ത്രീകളെ എല്ലായ്പ്പോഴും അടിച്ചമർത്തപ്പെട്ടവരായും കാണുന്നതിന് പകരം ലിംഗപരമായ റോളുകൾ സമൂഹത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു പരിശോധിക്കുന്നു. ജോലി, പരിചരണം, സാമൂഹിക പ്രതീക്ഷകൾ എന്നിവ പവർ ഡൈനാമിക്സിനെ എങ്ങനെ നിർവചിക്കുന്നു എന്ന് ഇത് നോക്കിക്കാണുന്നു. ലിംഗ അസമത്വം രൂപപ്പെടുത്തുന്നതിൽ വർഗം, വംശം, മതം തുടങ്ങിയ ഘടകങ്ങളും ഇത് പരിഗണിക്കുന്നുണ്ട് എന്നാണ് അവര് പറയുന്നത്. This approach help understand how gender roles are created and maintained. It questions practices like dividing labor by gender and the idea that motherhood must always be self-sacrificing. ലിംഗപരമായ റോളുകൾ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നുവെന്നും പരിപാലിക്കപ്പെടുന്നുവെന്നും മനസ്സിലാക്കാൻ ഈ ഒരു സമീപനം സഹായിക്കുന്നുണ്ട്. അധ്വാനത്തെ ലിംഗഭേദം കൊണ്ട് വിഭജിക്കുന്നതും മാതൃത്വം എപ്പോഴും സ്വയം ത്യാഗം ചെയ്യുന്നതായിരിക്കണം എന്ന ആശയം പോലുള്ള സമ്പ്രദായങ്ങളെയാണ് ഈ ഒരു കാര്യം ചോദ്യം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് വരുന്നത് third point, empowering women for development. Empowerment means more than just economic participation. It involves gaining control over decision, access to resources and the ability to change oppression. ശാക്തീകരണം എന്നാൽ സാമ്പത്തിക പങ്കാളിത്തം മാത്രമല്ല അർത്ഥമാക്കുന്നത്. തീരുമാനങ്ങളിൽ നിയന്ത്രണം നേടലും വിഭവങ്ങളിലേക്കുള്ള പ്രവേശനം, അടിച്ചമർത്തലിനെ വെല്ലുവിളിക്കാനുള്ള കഴിവും എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇതൊക്കെ എന്ത് കിട്ടണം? ഒരു ഡെവലപ്മെന്റ് എന്നതിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ മാത്രമാണ്, അല്ലാതെ ജോലി മാത്രം അല്ല. ജോലിയും വേണം, എല്ലാവർക്കും കിട്ടുന്ന ആ ഒരു പുരുഷന് കിട്ടുന്ന അതേ വാല്യൂ സ്ത്രീകൾക്ക് കിട്ടണം എന്നാണ് പറയുന്നത്. ജോ റോളൻസ് എക്സ്പ്ലെയിൻസ് 2 types of power. ജോ റോളൻസ് 2 തരത്തിലുള്ള പവറുകളെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പവർ ഓവർ ആൻഡ് പവർ ടു. പവർ ഓവർ ഡൊമിനേഷൻ ആൻഡ് കൺട്രോൾ ഓവർ അതേഴ്സ്. പവർ ടു എബിലിറ്റി ടു ആക്ട്, ലീഡ് ആൻഡ് റെസിസ്റ്റ് ഒപ്രഷൻ വിത്തൗട്ട് ഹാമിങ് അതേഴ്സ്. പവർ ഓവറിൽ പറയുന്നത് മറ്റുള്ളവരുടെ മേലുള്ള ആധിപത്യവും നിയന്ത്രണവും. പവർ ടൂല് പറയുന്നത് മറ്റുള്ളവരെ ദ്രോഹിക്കാതെ അടിച്ചമർത്തൽ പ്രവർത്തിക്കാനുള്ള, അടിച്ചമർത്തലുകൾ ഇല്ലാതെ പ്രവർത്തിക്കാനും നയിക്കാനും ചെറുക്കാനുമുള്ള കഴിവിനെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പവർ ടു ആണ് വേണ്ടത്. മറ്റുള്ളവരുടെ മേലുള്ള ഒരു ആധിപത്യം, നിയന്ത്രണം നമുക്ക് ആവശ്യമില്ല. ആ ഒരു പവറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഈ പവർ ടൂയിലേക്ക് മാറണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ട്രൂ എംപവർമെന്റ് ഹെൽപ്പ് വുമൻ റെക്കഗ്നൈസ് ബോത്ത് ഇൻഡസ്ട്രിയലൈസ്ഡ് ഓപ്പറേഷൻ ആൻഡ് എക്സ്റ്റേണൽ പവർ സ്ട്രക്ചേഴ്സ്. ഡെവലപ്മെന്റ് ഷുഡ് എയിം ടു ഗിവ് വുമൻ കോൺഫിഡൻസ് ആൻഡ് കൺട്രോൾ ഓവർ ദെയർ ലിവ്സ്, നോട്ട് ജസ്റ്റ് മോർ വർക്ക് ഓർ എക്കണോമിക് റൂൾസ്. ആന്തരികമായ അടിച്ചമർത്തലുകളും ബാഹ്യ അധികാര ഘടനകളും തിരിച്ചറിയാൻ യഥാർത്ഥ ശാക്തീകരണം സ്ത്രീകളെ സഹായിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് കൂടുതൽ ജോലിയോ സാമ്പത്തിക റോളുകളോ മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ ആത്മവിശ്വാസവും നിയന്ത്രണവും നൽകാനാണ് വികസനം എന്ന ആശയം ലക്ഷ്യമിടുന്നത്. അടുത്ത നമ്മുടെ ലാസ്റ്റ് മെയിൻ ഹെഡിങ് 3.7 കൺക്ലൂഷൻ ആണ്. Gender issue and development. Gender issues are now a key part of development planning. Since in the 1970s, progress has been made in changing cultural stereotypes, passing anti-discrimination laws, and setting up organizations to support women. വികസന ആസൂത്രണത്തിന്റെ പ്രധാന ഭാഗമാണ് ലിംഗപരമായ പ്രശ്നങ്ങൾ. 1970 മുതൽ എന്താണ് സാംസ്കാരിക സ്റ്റീരിയോ ടൈപ്പുകൾ മാറ്റുന്നതിനും സംസ്കാരത്തിൽ അതുവരെ പറഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു വിമനെ അടിച്ചമർത്തുക എന്നുള്ള ആ ഒരു മാറ്റം വിവേചന വിരുദ്ധ നിയമങ്ങൾ പാസ്സാക്കുന്നതിലും സ്ത്രീകളെ പിന്തുണയ്ക്കുന്നതിനായി സംഘടനകൾ രൂപീകരിക്കുന്നതിലും പുരോഗതികൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. However, feminists are rethinking their
goals. Postmodern feminism questioned the idea of universal women's interest. Women have different identities and political needs, making it harder to create one approach for ജെൻഡർ ഇക്വാലിറ്റി. എന്നിരുന്നാൽ പോലും ഫെമിനിസ്റ്റുകൾ അവരുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പുനർവിചിന്തനം നടത്തുകയാണ്. ഉത്തരാധുനിക ഫെമിനിസം ഒരു സാർവത്രിക സ്ത്രീ താല്പര്യം എന്ന ആശയത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്ക് വ്യത്യസ്ത സ്വത്വങ്ങളും രാഷ്ട്രീയ ആവശ്യങ്ങളും ഉണ്ട്. ലിംഗസമത്വത്തിനായി ഒരു സമീപനം സൃഷ്ടിക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. Many government and organizations use feminist ideas in the words but not in action. Policies for women's rights often remains on paper without a real change. Even when states appear supportive, their policies still reflect capitalist and patriarchal control. പല സർക്കാരുകളും സംഘടനകളും ഫെമിനിസ്റ്റ് ആശയങ്ങൾ വാക്കുകളിൽ ഉപയോഗിക്കുന്നു എന്നല്ലാതെ പ്രവൃത്തിയിൽ വരുത്തുന്നില്ല. സ്ത്രീകളുടെ അവകാശങ്ങൾക്കായിട്ടുള്ള നയങ്ങൾ പലപ്പോഴും യഥാർത്ഥ മാറ്റമില്ലാതെ കടലാസിൽ മാത്രമായിട്ട് അവശേഷിക്കുകയാണ്. സംസ്ഥാനങ്ങൾ പിന്തുണയ്ക്കുന്നതായി തോന്നുമ്പോഴും അവരുടെ നയങ്ങൾ ഇപ്പോഴും മുതലാളിത്തവും പുരുഷാധിപത്യ നിയന്ത്രണത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. ഫോർ ഡെവലപ്മെന്റ് ടു ട്രൂലി സസ്റ്റൈനബിൾ ജെൻഡർ ഇക്വാലിറ്റി മസ്റ്റ് ബി എ പ്രയോറിറ്റി. വിമൻസ് റോൾ ഇൻ ഡെവലപ്മെന്റ് ആൻഡ് ദ ഇമ്പാക്ട് ഓഫ് പോളിസീസ് ഓൺ ദം കനോട്ട് ബി ഇഗ്നോർഡ്. വികസനം യഥാർത്ഥത്തിൽ സുസ്ഥിരമാകണമെങ്കിൽ ലിംഗസമത്വത്തിന് മുൻഗണന നൽകിയേ തീരൂ. വികസനത്തിൽ സ്ത്രീകളുടെ പങ്കും അവരുടെ നയങ്ങളും ചെലുത്തുന്ന സ്വാധീനവും ഒരിക്കലും അവഗണിക്കാൻ ആകില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഈ ഒരു യൂണിറ്റ് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ യൂണിറ്റിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത്. ശരിക്കും ഇതൊരു വിമൻ ഡെവലപ്മെന്റ്, ജെൻഡർ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടുള്ള ഒരു യൂണിറ്റ് ആയിരുന്നു. ഇതിൽ ഒരുപാട് വുമന്റെ ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അവർ നേരിടുന്ന വെല്ലുവിളികളും എങ്ങനെയുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകണം എന്നുള്ളതും ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നു. എന്നാലും ചില വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഡെവലപ്മെന്റ് ആസ് എ റിയലൈസേഷൻ ഓഫ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ. ഹ്യൂമൻ പൊട്ടൻഷ്യലിന്റെ റിയലൈസേഷൻ ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്നുള്ള കാര്യമാണ് പറയുക. ഇമ്പാക്ട് ഓഫ് വുമൺ ഓൺ ഡെവലപ്മെന്റ്, ജെൻഡർ നീഡ്, ജെൻഡർ റോൾ ആൻഡ് സ്ട്രാറ്റജി ഇൻ ഡെവലപ്മെന്റ്, എമർജിംഗ് പെർസ്പെക്റ്റീവ് ഓൺ ഡെവലപ്മെന്റ് ഓൺ വിമൻ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റ്. നമ്മളിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വിമൺ എന്നതിന്റെ ഭാഗങ്ങളായിരിക്കും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സോ നമുക്ക് നമ്മുടെ യൂണിറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. And see you in the next class. Bye.